Hello everyone, welcome back to Catalyst Education. So ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന്റെ ഷുവർ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സ്പ്ലെയിൻ ടോപ്പോളജി ആൻഡ് ഇറ്റ്സ് ടൈപ്പ് എന്ന് പറയുന്നതാണ് അല്ലെ. എന്താണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ? ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് വേ കമ്പ്യൂട്ടേഴ്സ് ആർ ഫിസിക്കലി ഇന്റർ കണക്റ്റഡ് ടു ഫോം എ നെറ്റ്വർക്ക് അല്ലെ. ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ കമ്പ്യൂട്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ടോപ്പോളജി എന്ന് വിളിക്കുന്നത് അല്ലെ. ടോപ്പോളജിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും രണ്ട് ടോപ്പോളജീസ് വരയ്ക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. സോ നമുക്ക് 4 ടൈപ്പ് ടോപ്പോളജീസ് ആണ് ഇവിടെ ഉള്ളത്. ബസ് ടോപ്പോളജി വരുന്നുണ്ട്, റിംഗ് ടോപ്പോളജി വരുന്നുണ്ട്, സ്റ്റാർ ടോപ്പോളജി വരുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ മെഷ് ടോപ്പോളജി വരുന്നുണ്ട് അല്ലെ. അതിൽ നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബസ് ടോപ്പോളജി ആണ് അല്ലെ. ഏതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്? നമുക്കറിയാം ഇതേപോലെ സെർവറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു മെയിൻ കേബിൾ പുറത്തോട്ട് വരുന്നുണ്ടാവും. നമ്മുടെ എല്ലാ ഡിവൈസസും നമ്മൾ ഈ ഒരു മെയിൻ കേബിൾ, ബസ് എന്ന് പറയുന്ന മെയിൻ കേബിളിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ടൈപ്പ് പാറ്റേണിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ബസ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ടോപ്പോളജി ആണ്. ഒരു സർക്കുലർ ഫ്ലോയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ടോപ്പോളജി, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, റിംഗ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത് അല്ലെ. റിംഗ് ടോപ്പോളജിയിൽ എപ്പോഴും സർക്കുലർ ഫ്ലോയിലായിരിക്കും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവുക, ആൻഡ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വയറോ സിസ്റ്റമോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എൻറ്റയർ സിസ്റ്റം എന്താവും, ഫെയിൽ ആവും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ നമുക്ക് പറയുന്നതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് അല്ലെ. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡിവൈസസും ഡയറക്ട്ലി എന്താണ്, നമ്മുടെ ഹബ് ഓർ സ്വിച്ച് അല്ലെങ്കിൽ മെയിൻ സെർവറിലോട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസുകളും ഡയറക്ട്ലി നമ്മുടെ സെർവറിലോട്ട് അഥവാ ഹബ് ഓർ സ്വിച്ചിലോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നതാണ് നമ്മുടെ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് അല്ലെ. ലാസ്റ്റ് വൺ ഫൈനലി പറയുന്നതാണ് നമ്മുടെ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും ഈക്വലി എന്തായിരിക്കും, അങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെ. ഇവിടെ ഇപ്പൊ 5 ഡിവൈസസ് ഉണ്ടെങ്കിൽ ഈ 5 ഡിവൈസസും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലെ. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞ ഡിവൈസിൽ നിന്ന് ബിയിലേക്ക് വയർ വരുന്നുണ്ട്, സിയിലേക്ക് വയർ വരുന്നുണ്ട്, ഡിയിലേക്ക് വയർ വരുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞ ഡിവൈസിലോട്ടും വയർ വരുന്നുണ്ട്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. പക്ഷെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഥവാ ഏതൊരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന ടോപ്പോളജിയാണ് നമ്മുടെ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത്, വാട്ട് ഡു യു മീൻ ബൈ ഇ വേസ്റ്റ് എന്ന് പറയുന്നതാണ്. ആൻഡ് എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് അല്ലെ. എപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇ വേസ്റ്റ് എന്താണെന്നുള്ളത് അല്ലെ. എന്താണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്? ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ഓർ ഓഫീസ് എക്യുപ്മെന്റ്സ് അല്ലെ. നമ്മൾ കംപ്ലൈന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നോട്ട് ഇൻ യൂസ് ആയിട്ടുള്ള ഡിസ്കാർഡഡ് ആയിട്ടോ നോട്ട് ഇൻ യൂസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ഇ വേസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഈ ഒരു ഇ വേസ്റ്റിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഔട്ട്ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെഡിക്കൽ ഡിസീസസ് അല്ലെ, ഇപ്പം റീപ്രൊഡക്റ്റീവ് ഡിസോർഡർ, ക്യാൻസർ പോലുള്ള ഒരുപാട് ഡിസീസസ് ഹ്യൂമൻ ബീങ്സിൽ വരും. സോ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നമുക്ക് 4 മെത്തേഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻസിനറേഷൻ എന്നാണ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കമ്പഷൻ ആണ്, അതിനെ കത്തിച്ച് കളയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ്. പിന്നെ തേർഡ് വൺ നമുക്കറിയാം റീസൈക്ലിംഗ് ആണ്. ഈ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, റീസൈക്കിൾ ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡ് ഫില്ലിംഗ് ആണ് അല്ലെ. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് വലിയൊരു ട്രെഞ്ചിൽ എക്സ്കവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുഴിച്ചിട്ട് അതിൽ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് മൂടി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഇ വേസ്റ്റിന്റെ ടോപ്പിക് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. സോ ഈ ഒരു 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഇ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ എന്ന് പറയുന്നതാണ് അല്ലെ. എന്താണ് ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്? നമ്മുടെ വയേർഡ് കണക്ഷനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വയേർഡ് കണക്ഷനെ ഗൈഡഡ് മീഡിയ എന്നും വയർലെസ് കണക്ഷന് അൺഗൈഡഡ് മീഡിയ എന്നും പറയും അല്ലെ. സോ ഈ ഒരു വയേർഡ് കണക്ഷൻ അല്ലെങ്കിൽ ഗൈഡഡ് മീഡിയയിൽ 3 തരം കേബിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് അല്ലെ. പെയർ ഓഫ് കേബിൾസ് പരസ്പരം ട്വിസ്റ്റഡ് ആയിട്ട് കിടക്കുന്നതിനെ നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് വിളിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് കോ ആക്സിയൽ കേബിൾ എന്ന് പറയുന്നതാണ്. ആൻഡ് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ് അല്ലെ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് എന്താണ്, അവിടെ നമ്മുടെ നോർമൽ വയേഴ്സിന് പകരം അതിന്റെ ഉള്ളിൽ ഗ്ലാസ് റോഡുകളാണ് ഉണ്ടാവുക, അതിലൂടെ ലൈറ്റ് സിഗ്നൽസ് ആണ് പാസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയ അല്ലെ. അൺഗൈഡഡ് മീഡിയയിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ
റേഡിയോ വേവ്സ് ആണ് അല്ലെ. റേഡിയോ വേവ്സ് ഏതൊരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ കൂടെയും പെനട്രേറ്റ് ചെയ്യും. നമ്മുടെ വൈഫൈ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ബ്ലൂടൂത്ത് ഒക്കെ റേഡിയോ വേവ്സിന്റെ ഉള്ളിൽ വരുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് അല്ലെ. മൈക്രോവേവ്സിൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ആന്റിനാസോ റിസീവേഴ്സ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ആൻഡ് മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഇൻഫ്രാറെഡ് വേവ്സ് ആണ് അല്ലെ. എന്താണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്? ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ടി വി റിമോട്ട് അല്ലെങ്കിൽ AC റിമോട്ട് ഒക്കെ പോലുള്ള ലൈൻ ഓഫ് സൈറ്റ്, ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏത് എന്ന് പറയുന്നത്? ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ അല്ലെ. യൂസറും ഹാർഡ്വെയറും തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺവീനിയന്റ് ടു യൂസ് അല്ലെ. ഏതൊരു ഡിവൈസും വളരെ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻലി 4 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റത് പ്രോസസ് മാനേജ്മെന്റ് ആണ്, ഡാറ്റ അലോക്കേഷൻ ആൻഡ് ഡീലൊക്കേഷൻ ആണ്. രണ്ടാമത്തത് മെമ്മറി മാനേജ്മെന്റ് ആണ്, ഓരോ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എത്ര മെമ്മറി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്ര മെമ്മറി ബാലൻസ് വരുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഫയൽ മാനേജ്മെന്റ് ആണ്, ഓരോ ഫയലും സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ നെയിമിംഗ് കൊടുക്കുന്നതും അത് റിട്രീവ് ചെയ്യാനും സഹായിക്കുന്നത് ഫയൽ മാനേജ്മെന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവൈസ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഡിവൈസ് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞില്ലേ. നമുക്ക് മോഡം വരുന്നുണ്ട്, ഹബ്ബ് വരുന്നുണ്ട്, സ്വിച്ച് വരുന്നുണ്ട്, റിപ്പീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് വേ വരുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലക്സറോ ഡി മൾട്ടിപ്ലക്സർ വരുന്നുണ്ട് അല്ലെ. നമുക്ക് മോഡത്തിൽ അറിയാം, മോഡത്തിൽ മെയിൻലി 2 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് മോഡുലേഷനും രണ്ടാമത്തത് ഡിമോഡുലേഷൻ ആണ്. ഹബ് ഓർ സ്വിച്ച് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡിവൈസുകളെ സെയിം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാനാണ് ഹബ് ഓർ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് ഇന്റലിജന്റ് ആണ്, ആരെക്കാളും ഹബിനേക്കാളും കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ്. പിന്നെ റിപ്പീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വരുന്ന സിഗ്നലിനെ ക്യാപ്ചർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ അല്ലെ, നമ്മുടെ സിഗ്നൽസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഗേറ്റ് വേ എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് സെഗ്മെന്റിലെ നെറ്റ്വർക്കിലെ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എന്തായാലും നിങ്ങളോട് ചോദിക്കാം. പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 ടൈപ്പ് ലാംഗ്വേജസ് ആണ് നമുക്ക് വരുന്നത്. അസംബ്ലി ലാംഗ്വേജ് വരുന്നുണ്ട്, മെഷീൻ ലാംഗ്വേജ് വരുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് വരുന്നുണ്ട്. അസംബ്ലി ലാംഗ്വേജും അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും. സോ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്നത് അല്ലെ. അസംബ്ലർ എന്താ ചെയ്യുന്നത്? ദേ കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അല്ലെ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർപ്രറ്റർ ആണെങ്കിലും കമ്പൈലർ ആണെങ്കിലും ദേ കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുന്നത്? ഇന്റർപ്രറ്റർ ആയാലും കമ്പൈലർ ആയാലും യൂസ് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ ആർ, ഇന്റർപ്രറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദ വർക്ക്സ് ലൈൻ ബൈ ലൈൻ അല്ലെ. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ആര് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക? ഇന്റർപ്രറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. കമ്പൈലർ ആണെങ്കിലോ ഹോൾ ഡാറ്റ അല്ലെ, ഹോൾ ഡാറ്റയെ ഒരൊറ്റ ട്രാൻസ്ഫറിലാണ് എന്ത് ചെയ്യുന്നത്? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ഡിവൈസുകൾ. നമ്മളോട് ഏതെങ്കിലും ഇൻപുട്ട് ഡിവൈസുകൾ ചോദിക്കാം. നമുക്കറിയാം കീബോർഡ് വരുന്നുണ്ട്, മൗസ് വരുന്നുണ്ട്, ടച്ച് പാഡ് വരുന്നുണ്ട്, ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, ലൈറ്റ് പെന്ന് വരുന്നുണ്ട്, സ്കാനർ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ നമുക്കുണ്ട്. ഏതെങ്കിലും ഒരു 5 or 6 ഇൻപുട്ട് ഡിവൈസുകളായിരിക്കും നിങ്ങളോട് ചോദിക്കാം. അത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളോട് നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ഇറ്റ് ഗീവ്സ് ദ യൂസർ ഫോർ ദ ഫ്രീഡം to use, copy, distribute and examine and change and improve the software അല്ലെ. ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും അത് കോപ്പി ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആൻഡ് അതിൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് എന്ത് എന്ന് പറയുന്നത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ നമുക്ക് 4 ഫ്രീഡം ആണ് പറയുന്നത്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2 ആൻഡ് ഫ്രീഡം 3 അല്ലെ. അതിൽ ഫ്രീഡം 0 പറയുന്നത് എന്താണ്? ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് ഫ്രീഡം 1 ആണ്. ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ്. ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നത് ഫ്രീഡം 2 ആണ്. ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പീസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് നമുക്ക് മറ്റൊരാൾക്ക്
ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നാലാമതായിട്ട് പറയുന്നത് ഫ്രീഡം 3 ആണ്, ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം, റിലീസ് യുവർ ഇംപ്രൂവ്മെന്റ്സ് ടു ദ പബ്ലിക്. അല്ലെ, നമ്മുടേതായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരാനും അത് പബ്ലിക്കിന് കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളായി നമ്മൾ നമ്മുടെ ലൈവിൽ വരുന്നതായിരിക്കും. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.